പണ്ട് കേരളത്തിൽ നെല്ല്, തെങ്ങ് എന്നിവയാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നതെങ്കിലും ഇന്ന് ലാഭം നോക്കി മാറ്റി പരീക്ഷിക്കുന്നവരാണ് കൂടുതലും. കാലാവസ്ഥ, വരവ്, ചിലവ് എന്നിവ നോക്കി നല്ല ലാഭം കൊയ്യാൻ കഴിയുന്ന പഴങ്ങളും പച്ചക്കറികളും ആളുകൾ കൃഷി ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിൽ വളരെ ലാഭമുള്ള ഒരു കൃഷിയാണ് തുളസി കൃഷി. പക്ഷേ പലർക്കും ഇതിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ല. കേരളത്തിലെ മിക്ക വീടുകളിലും ഇത് ലഭ്യമാണെങ്കിലും ഇതിൻ്റെ വിപണി മൂല്യം അറിയുന്നവർ കുറവാണ്. പ്രധാനമായും മരുന്ന് നിർമ്മാണത്തിനാണ് തുളസി ഉപയോഗിക്കുന്നത്. 2 ഏക്കറിൽ കൃഷി ചെയ്താൽ മാസം 1 ലക്ഷത്തോളം വരുമാനം നേടാം. ചിലവാകട്ടെ 20,000 രൂപയിൽ താഴെ മാത്രമാണ്. മുതൽ മുടക്ക് കുറവാണെങ്കിലും ഏറെക്കാലം ഒരേ ചെടിയിൽ നിന്ന് ആദായം ലഭിക്കുമെന്നതും തുളസി കൃഷിയുടെ സാധ്യതകൾ വിപുലമാക്കുന്നു. പുരാതന കാലം മുതൽ തന്നെ ഹിന്ദു സംസ്കാരത്തിന് ഒരു മാതൃകയായി തുളസി നിലകൊള്ളുന്നു. വേദസാഹിത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാൻ കഴിയും. ഇത് ആചാരങ്ങളിൽ ഉപയോഗിക്കുകയും പ്രത്യേകിച്ച് പൂജാവേളയിൽ ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. വേദസാഹിത്യത്തിൽ ഇതിനെ മുൻകൂട്ടി നിർദ്ദേശിക്കപ്പെട്ട ഔഷധമായി ഉദ്ധരിക്കുന്നുണ്ട്. ശ്വാസന സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗപ്രദമാണ്. ശ്വാസതടസ്സത്തിന് ഫലപ്രദമായ സസ്യങ്ങളുടെ പട്ടികയിൽ ഇത് ഉൾപ്പെടുന്നു. കൊതുകിനെ അകറ്റുന്ന ഗുണത്തിനും തുളസി ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ ശാഖകളുള്ളതും ചിലപ്പോൾ മരവും രോമമുള്ളതുമായ ഒരു സുഗന്ധമുള്ള സസ്യമാണ്. ഇത് മിക്കവാറും ഇന്ത്യയിലുടനീളം കാണപ്പെടുന്നു. ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഏതു തരത്തിലുള്ള മണ്ണിലും ഈ ചെടി വളരും എന്നതാണ് പ്രത്യേകത. പക്ഷേ നല്ല ജൈവാംശം അടങ്ങിയ മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ് അനുയോജ്യം. വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കൃഷിയാണിത്. ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിച്ച് പാകി മുളപ്പിച്ച് കൃഷി തുടങ്ങാം. കൃഷിഭൂമി ഇല്ലെങ്കിൽ ഗ്രോ ബാഗിലോ മട്ടുപ്പാവിലോ കൃഷി ചെയ്യാം. കേരളത്തിലേക്ക് തുളസി കൂടുതൽ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതായത് തുളസി കൃഷി വഴി ലക്ഷങ്ങളാണ് അയൽ സംസ്ഥാനങ്ങൾ സമ്പാദിക്കുന്നത്. മൺസൂണിന് 2 മാസം മുമ്പ് വിത്തുകൾ വിതച്ചു തുടങ്ങാം. അവ 10 ദിവസത്തിനുള്ളിൽ മുളയ്ക്കുകയും 60 ദിവസത്തിന് ശേഷം തൈകൾ മാറ്റി നടുന്നതിനും തയ്യാറാക്കുകയും ചെയ്യാം. ഇലകൾ പൂവിടുമ്പോൾ, അതായത് ഏകദേശം 120 ദിവസത്തിനുള്ളിൽ തുളസി വിളവെടുപ്പ് നടത്താൻ സാധിക്കും. തുളസി ഇനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും വിപണിയിൽ ആവശ്യക്കാരുള്ള തുളസി ഇനങ്ങൾ ഇവയാണ്. രാമതുളസി ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇനമാണിത്. സുഗന്ധവും ഔഷധമൂല്യവും രാമതുളസിയിൽ കൂടുതലാണ്. കഷായം, ചായ, ഗുളിക എന്നിവ ഉണ്ടാക്കാൻ രാമതുളസി ഉപയോഗിക്കുന്നു. കൃഷ്ണതുളസി ഇലയ്ക്കും തണ്ടിനും ഗുണങ്ങളുള്ള ഒന്നാണ് കൃഷ്ണതുളസി. ആയുർവേദ കഷായം, ഹെർബൽ ഡ്രിങ്ക്സ് എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ചില സമയങ്ങളിൽ രാമതുളസിയേക്കാൾ കൃഷ്ണതുളസിക്ക് വിലയും കൂടാറുണ്ട്. വനതുളസി വനമേഖലകളിൽ സ്വാഭാവികമായി വളരുന്ന ഇനമാണ് വനതുളസി. ശക്തമായ സുഗന്ധമാണ് ഇതിന്റെ പ്രത്യേകത. തുളസി ചായ, ക്യാപ്സ്യൂൾ, പൗഡർ എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഉണക്കിയ വനതുളസിയുടെ ഇലയ്ക്ക് നല്ല വിപണി വില ലഭിക്കും.